നന്മ ന്യൂസിലേക്ക് സ്വാഗതം. 100-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ചിറകുളം കോളനിയിൽ കോവിഡ് വ്യാധി പിടിമുറുകിയപ്പോൾ പകച്ചു നിന്നവരുടെ മുമ്പിലേക്ക് ആശ്വാസവചനങ്ങളുമായാണ് നന്മ പ്രവർത്തകർ എത്തിയത്. പ്രദേശത്തെ കുടുംബങ്ങൾക്ക് മാസ്കും സാനിറ്റൈസറും മറ്റു വസ്തുക്കളും സൗജന്യമായി വിതരണം ചെയ്തു. 100ഓളം കുടുംബങ്ങൾക്കാണ് നന്മയുടെ കാരുണ്യം എത്തിയത്. കോവിഡ് ബോധവൽക്കരണം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് അതിനെ പ്രതിരോധിക്കുക എന്നതും. പ്രതിരോധിക്കുന്നതിലേക്കായി സർക്കാരും ആരോഗ്യവകുപ്പും പുറത്തിറക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. മാസ്കിന്റെയും സാനിറ്റൈസറിന്റെയും ഉപയോഗം കോവിഡ് പ്രതിരോധത്തിൽ അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യവകുപ്പ് ഇത് ആവർത്തിച്ച് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇത്തരം സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് പ്രവർത്തകർ ചിറക്കുളം കോളനിയിലെത്തി പ്രദേശവാസികൾക്ക് ആവശ്യമായ മാസ്കും സാനിറ്റൈസറും മറ്റ് കോവിഡ് പ്രതിരോധ സഹായ ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്തത്. കൊറോണ വൈറസ് മൂലം വേദനയിലും പ്രയാസത്തിലുമായിരിക്കുന്ന നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് മുന്നോട്ടുള്ള ജീവിതം വളരെ ദുഷ്കരമായിരിക്കുന്ന അവസ്ഥ. ഓരോ വീടുകളിലും കോവിഡ് മൂലം പലരും വേദനയിലാണ്, പ്രയാസത്തിൽ. ഈ ചിറക്കുളം വാർഡിലെ ഈ പ്രിയപ്പെട്ടവർ 50ഓളം പേർക്ക് ഈ പറയുന്ന രോഗം ബാധിച്ച് ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായിരിക്കുമ്പോൾ 100-ലധികം കുടുംബങ്ങളുള്ള ഈ ഒരു കോളനിയിലെ ആളുകൾക്ക് നന്മ ഫൗണ്ടേഷനിലൂടെ നൽകിയിരിക്കുന്ന ഈ സംവിധാനം തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്കാവും വിധം ഇവരെ സഹായിക്കുവാനും ഇവരോടൊത്ത് സഹകരിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കോവിഡ് ഭീതിയിൽ മറ്റു പലരും കടന്നു വരാൻ മടിക്കുന്ന സ്ഥലത്തേക്കാണ് കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ നന്മയുടെ പ്രവർത്തകർ സധൈര്യം മുന്നോട്ട് വന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സ്റ്റാച്യു ചിറക്കുളം കോളനിയിലാണ്. ഈ കോളനിയിൽ ഏതാണ്ട് 50-ലധികം ആളുകൾക്ക് കൊറോണ പോസിറ്റീവ് ആയിരിക്കുകയാണ്. ഒരു 2 ദിവസം മുമ്പ് ഒരു മരണവും ഈ കോളനിയിൽ സംഭവിച്ചു. നന്മ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ, നന്മ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഈ കോളനിയിലുള്ള മുഴുവൻ ആളുകൾക്കും മാസ്ക്, സാനിറ്റൈസർ, സോപ്പ് എന്നിവ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ കോളനിയിൽ ഏതാണ്ട് 110 കുടുംബങ്ങളുണ്ട്. ആ 110 കുടുംബങ്ങളിലേക്കും ഈ സാനിറ്റൈസറും സോപ്പുകളും എല്ലാം എത്തിക്കുവാൻ വേണ്ടിയാണ് നന്മ ഫൗണ്ടേഷൻ്റെ പ്രവർത്തകരായ സോണിയച്ചനും ഷാജിയും മുജീബ് ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് നിൽക്കുന്നത്. ഫാദർ ഡോക്ടർ സോണി മുണ്ടുനടക്കൽ, ഷാജി ഫെർണാണ്ടസ്, രാകേഷ്, അഡ്വക്കേറ്റ് റെക്സ് ജേക്കബ്, സെയ്ഫ് മുഹമ്മദ്, മുജീബ് റഹ്മാൻ അജ്വ, ഷാജി പടയണി എന്നിവർ ചേർന്നാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. സാമൂഹ്യ സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞുള്ള നന്മയുടെ പ്രവർത്തനം ഇനിയും തുടരും. നന്മ ന്യൂസ്, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്കായി നന്മ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.